നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മനു തോമസിന് എം.വി. ജയരാജന്റെ മറുപടി. കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ പാർട്ടിയിലുള്ള ആരും സഹായിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനവുമില്ല. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും അംഗത്വം പുതുക്കാത്തതുകൊണ്ട് ഒഴിവായതാണെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ചെക്കിക്കുളം സ്വദേശി സുറൂറിനെ. സംഭവം രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മട്ടയിൽ വെച്ച്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് സംശയം. +1 സീറ്റ് വിഷയം. KSU വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി നടത്തിയ DDU ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും, ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. വാർത്തകൾ വിശദമായി. CPM കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും സ്വർണ്ണക്കടത്തിനും കള്ളക്കടത്തിനും എതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ. കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് CPIM എന്ന തരത്തിലുള്ള പ്രചരണം അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു M.V. ജയരാജൻ. കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും CPIM-ൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. ചില കൊട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെപ്പോലെ, CPIM-ൻ്റെ സൈബർ പോരാളികളെപ്പോലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട സന്ദർഭത്തിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി CPIM ഇല്ലെന്നും തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ഇതൊക്കെ ചില കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയിരുന്നു. ചിലർ പ്രചരണത്തിൽ നവമാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. ചിലർ പാവപ്പെട്ടവരുടേത് എന്ന് കണക്കാക്കുന്ന ചിലരുടെ വിവാഹത്തിന് സഹായം നൽകി വന്നു. ചിലർക്ക് വേണ്ട സാമ്പത്തിക സഹായവുമായിട്ട് രംഗത്ത് വന്നു. ഇതൊക്കെ അവർ നടത്തുന്നത് സമൂഹത്തിൽ മാന്യത കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും അവർ നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ മറച്ചുപിടിക്കാനാണെന്നും വ്യക്തമായി സൂചിപ്പിച്ച പാർട്ടിയാണ് CPIM. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമ മേഖലയിൽ CPIM-ൻ്റെ ശരിയായ പ്രചരണം നടത്താൻ ഒരു കൊട്ടേഷൻ സംഘത്തെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു നിലപാട് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സോ BJP-യോ സ്വീകരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എന്തിനാണ് ചില മാധ്യമങ്ങൾ വീണ്ടും CPIM-നെ കൊട്ടേഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്താൻ നോക്കുന്നത്? കൊട്ടേഷൻ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നത് നേരത്തെ വ്യക്തമാക്കിയതാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവായതാണെന്നും M.V. ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ 15 മാസമായി അദ്ദേഹം പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കാറില്ല. പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുമില്ല. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഓരോ അംഗവും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്നാണ് പാർട്ടി കണ്ടെത്തിയതെന്നും M.V. ജയരാജൻ കൂട്ടിച്ചേർത്തു. കേരള കാർഷിക സർവകലാശാലയുടെ കാർഷിക വിദ്യാഭ്യാസ സെമിനാർ നടന്നു. കണ്ണൂർ സർവകലാശാലയിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലയുടെ പ്രത്യേകതകളും ആധുനിക കോഴ്സുകളുടെ ആവശ്യകതയും നേട്ടങ്ങളെയും കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഇന്നത്തെ മാറ്റത്തെക്കുറിച്ചും ഡോക്ടർ B. അശോക് സംസാരിച്ചു. ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ശാസ്ത്ര ലോകത്ത് കാർഷിക അനുബന്ധ വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ, അതിനകത്ത് തൊഴിലെടുക്കാൻ, അതുപോലെ തന്നെ വിദഗ്ധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഒരു നല്ല അവസരം ഈ കോഴ്സുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബോധ്യം. ഇപ്പോൾ തന്നെ ഏകദേശം ഈ 20 കോഴ്സിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു 3 കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, ചെറിയ സീറ്റ്സ് മാത്രമുള്ള 3 കോഴ്സുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകളും ഏകദേശം ആപ്ലിക്കേഷൻസ് നമ്പർ ഓഫ് സീറ്റ്സിന്റെ ഇരട്ടിയോ ലഭിച്ചു വന്നിട്ടുണ്ട്. ചില കോഴ്സുകളിൽ 6 ഇരട്ടി ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുന്ന ഒരു ഘടകമാണ് വിദ്യാർത്ഥികൾ വലിയ തോതിൽ ഈ കോഴ്സുകളെ കാണുന്നു. നൂതന കാർഷിക കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല അധ്യാപകൻ ഡോക്ടർ T.P. സേതുമാധവൻ ക്ലാസ് എടുത്തു.
കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുള്ളവർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിൽ SSLC, +2, VHSC കഴിഞ്ഞ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മാതൃകാപരമായ ജനകീയ ബാങ്കിംഗ് SBI ഉറപ്പുവരുത്തണമെന്ന് SBT റിട്ടയറീസ് അസോസിയേഷൻ കണ്ണൂർ, കാസർഗോഡ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ AIBEA ഹാളിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ വർഷം കഴിഞ്ഞ വർഷം 2023-24 വർദ്ധിച്ചില്ല, 30 രൂപ കുറവായിരുന്നു. 19,490 രൂപയായിരുന്നു ലഭിക്കും. ഈ വർഷം അത് 5% വർധനവോടുകൂടി 20,465 രൂപയായി. അടുത്ത വർഷം അത് 21,400 രൂപയുണ്ട്. അങ്ങനെ വർഷം തോറും 5% വർധനവ് എന്നുള്ളത് 2024 വരെ, 25-26 വരെ. അത് കഴിഞ്ഞ് വീണ്ടും മാറ്റങ്ങൾ വരും. AC മാധവൻ അധ്യക്ഷത വഹിച്ചു. K. പ്രേമചന്ദ്രൻ, GV ശരത്ചന്ദ്രൻ, A. ഹരിദാസ്, PP ഭാർഗവൻ, NK സുരേന്ദ്രൻ, UM അജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരത് പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം 2ാം ദിവസത്തിലേക്ക്. കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ CITU കണ്ണൂർ മേഖലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. നേരത്തെ എത്രയോ കാലം മുന്നേ IOCയും ഭാരത് പെട്രോളിയം ഇവിടെ ആരംഭിച്ചതാണ്. സുരക്ഷാ കാരണങ്ങളാണ് ഇത് പൂട്ടണമെന്ന് പറയുന്നുണ്ടെങ്കിൽ സുരക്ഷാ കാരണം വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയും അധികൃതരുമൊക്കെ അങ്ങനെ ഇതിൻ്റെ ഈ കെട്ടിടങ്ങളൊക്കെ അനുവാദം കൊടുത്തു, പെർമിറ്റ് കൊടുത്തു എന്നത് ചിന്തിക്കേണ്ടതല്ലേ? അത്രയും സുരക്ഷയുള്ള ഒരു സംവിധാനത്തിനകത്ത് അടുത്ത് എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? ഇത്രയും സുരക്ഷ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഈ തൊഴിലാളികളുടെ സുരക്ഷ എവിടെയാണ്? തൊഴിലാളികൾക്ക് എത്രമാത്രം സുരക്ഷയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്? അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ മാനേജ്മെൻറ്റ് സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുരടിയിട്ട് താഴെ എറിഞ്ഞിടുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥാപനം ഇവിടുന്ന് കണ്ണൂരേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിക്കുകയും ആ തീരുമാനം സാധൂകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കമ്മീഷനുകളൊക്കെ വെച്ചുകൊണ്ട് അവർ ഈർത്ത തൊഴിലാളികളായിട്ടോ ഉപഭോക്താക്കളായിട്ടോ പെട്രോൾ പമ്പുകാരോടോ ആരും ചർച്ച ചെയ്താലുണ്ട്. ഇത് കണ്ണൂരിൽ അപകടകരമാണ് എന്ന ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി ആ റിപ്പോർട്ട് കളക്ടർ ഉദ്യോഗസ്ഥന്മാരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം പൂട്ടി സ്ഥലം വിടാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചാണ്. 70 വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണൂർ താവക്കരയിലെ ഭാരത് പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ടാങ്കർ ലോറി തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തുന്നത്. തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഡിപ്പോയ്ക്ക് മുമ്പിൽ തൊഴിലാളികൾ ധർണ നടത്തിവരികയാണ്. കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ CITU കണ്ണൂർ മേഖലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. 2ാം ദിനമായ ചൊവ്വാഴ്ചത്തെ സമരം CITU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. T. മോഹനൻ അധ്യക്ഷത വഹിച്ചു. A. പ്രേമരാജൻ, VP ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനു തോമസിന് MV ജയരാജന്റെ മറുപടി. കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ പാർട്ടിയിലുള്ള ആരും സഹായിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനവുമില്ല. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും അംഗത്വം പുതുക്കാത്തതുകൊണ്ട് ഒഴിവായതാണെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ചെക്കിക്കുളം സ്വദേശി സുറൂറിനെ. സംഭവം രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മട്ടയിൽ വെച്ച്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് സംശയം. +1 സീറ്റ് വിഷയം KSU വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി നടത്തിയ DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും, ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ.
GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. മുണ്ടേരിയിൽ കാറിലെത്തിയ സംഘമാണ് സ്കൂട്ടർ ഇടിച്ചിട്ട് ചെക്കിക്കുളം കുണ്ടലക്കണ്ടി സ്വദേശി സുറൂറിനെ തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് കരുതുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുണ്ടേരി കൈപ്പക്കയിൽ മെട്ടയിൽ വെച്ച് സുറൂർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോയതെന്നാണ് സംഭവ സ്ഥലത്തുണ്ടായ നാട്ടുകാർ പറയുന്നത്. പിന്നെ ഒരു ബലേനോന്റെ കാറ് 79 28 40 അങ്ങനെയാണ് നമ്പർ, കറക്റ്റ്. ആ വണ്ടി ഒരു ആളെ വണ്ടി ഇടിച്ചിട്ട് പിന്നെ കാറിൽ വെച്ച് ഇട്ട് കൊണ്ടുപോയാൽ നമ്മൾ കണ്ടു. 2 ചെറുപ്പക്കാരാണ് വണ്ടിയുടെ വീണ് കിടക്കുന്ന അവരെ വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ നിർത്താണ്ട് ഡോറിറക്കാണ്ട് പോയിട്ടില്ല. അപ്പോൾ അവർ വീട്ടിലേക്ക് സാധനം വാങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ മയമുക്കുന്ന അവരിങ്ങോട്ട് പിന്തുടരുന്നുണ്ടെന്നാണ് കണ്ടവർ പറഞ്ഞത്. എന്തായാലും വണ്ടി കുറച്ച് നേരത്തെ അവിടെ കുറച്ച് കൃഷി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്തുടർന്ന് പോയിട്ടാണ് ഇവിടുന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയത്. വണ്ടി ഇടിച്ചിട്ടാണ് അവർ കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലെന്നാണ് തട്ടിക്കൊണ്ടുപോയ സുറൂറിന്റെ സുഹൃത്ത് നവാസ് പറഞ്ഞത്. നവാസിന്റെ പേരിലുള്ള ലോറി സാമ്പത്തിക ബാധ്യത മൂലം ലീസിന് കൊടുക്കാൻ സുറൂറിനെ ഏൽപ്പിച്ചതായും സുറൂർ പാണത്തൂർ സ്വദേശികളുമായി ഇടപെട്ട് വൻതുക കൈപ്പറ്റുകയും തനിക്ക് ചെറിയ തുക നൽകുകയും ചെയ്തതുമായും നവാസ് പറഞ്ഞു. പിന്നെ നിങ്ങൾ വണ്ടി നമ്മൾ കൺമുന്നിൽ കാണാനുള്ള കാലം പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ വണ്ടി സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം ലാസ്റ്റ് വരെ എനിക്ക് ടൈം വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടിപ്പോൾ ഇവൻ്റെ പൈസ കൊടുക്കാനുള്ള രീതിയിലായതുകൊണ്ട് ഈ പാണത്തൂർ ഭാഗത്തുള്ള ഞങ്ങൾക്ക് പൈസ കൊടുക്കാനുള്ള രീതിയിലായതുകൊണ്ടാണ് ഇവനെ കുറിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പോയി അവരോട് പൈസ വാങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും പോയി തട്ടിപ്പും പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. അംബാസഡർ കാറിൻ്റെ ഇൻഷൂർ അടക്കാൻ വന്നിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവർക്ക് കാറ് സെയിൽ ചെയ്യാമെന്നുള്ള മനുഷ്യൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചിൽ 10-15,000 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ. അങ്ങനെയാണ് അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞത്. പ്രധാനം ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം വന്നത്. കാരണം ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. എനിക്കല്ല, അവർക്ക് ഒരു തെളിവ് എന്നുള്ളതനുസരിച്ച് അവനെ പറയുന്നത് വെച്ചാൽ അവനിലേക്ക് എത്തിക്കുന്നില്ല. ആ കെയർ ഓഫിലെല്ലാം കൊടുത്ത് പേഴ്സണലായിട്ട് വാങ്ങിയിട്ടുള്ളതനുസരിച്ച് എന്നോട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും നവാസ് കൂട്ടിച്ചേർത്തു. ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ MC പവനന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചു.
സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ യോഗ ക്ലാസുകൾക്ക് തുടക്കമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിലാണ് കുട്ടികൾക്കായി യോഗ പരിശീലന ക്ലാസുകൾ തുടങ്ങിയത്. പ്രിൻസിപ്പൽ PV ജോർജ് യോഗ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 3 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ യോഗ ചെയ്യണം, സമൂഹത്തെ വളർത്തണം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് സൗജന്യ യോഗ പരിശീലന ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചത്. യോഗ ക്ലാസിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രിൻസിപ്പൽ VP ജോർജാണ് നിർവഹിച്ചത്. യോഗ അധ്യാപിക ഷിൽന കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി. അന്തരിച്ച മാധ്യമപ്രവർത്തകരുടെ ഫോട്ടോ പ്രസ് ക്ലബ്ബിൽ അനാച്ഛാദനം ചെയ്തു. മാതൃഭൂമി, ദേശാഭിമാനി, മംഗളം, ചന്ദ്രിക എന്നീ പത്രങ്ങളിലെ സേവനങ്ങൾക്കിടയിൽ വേർപിരിഞ്ഞുപോയ മാധ്യമ സുഹൃത്തുക്കൾക്കാണ് ആദരമർപ്പിച്ചത്. പ്രസ് ക്ലബ്ബിൽ നടന്ന അനാച്ഛാദന കർമ്മം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിച്ചു. ആ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ വാർത്തകൾ അതൊക്കെ കണ്ടെത്തി അന്വേഷിച്ച് അത് റിപ്പോർട്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ പോലെ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. വളരെ സാഹസികമായി ഓരോ വാർത്തയും അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മുമ്പിലെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഇടപെടൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ മുമ്പ് അങ്ങനെയല്ല. വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, സാധാരണ ലാൻഡ് ഫോൺ മാത്രമുള്ള ഒരു കാലഘട്ടം. ആ സമയത്തൊക്കെ ഒരു വാർത്ത ഇവിടെ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് ചിലപ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വലിയ ത്യാഗം തന്നെയാണ്. ആ സമയഘട്ടങ്ങളിൽ, ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ഈ ഐസക് പിലാത്തറയായാലും CB മുഹമ്മദ് അലി ആയാലും അവരിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ രജിത് റാം, M രാജീവൻ, അവരൊക്കെ ചെറിയ സർവീസ് കാലയളവിൽ അകാലത്തിൽ പുലിഞ്ഞുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരൊക്കെ ഒരു ആധുനിക ലോകത്ത് പുതിയ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ അവരും നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകരുടെ ഛായാചിത്രമാണ് അനാച്ഛാദനം ചെയ്തത്. മാതൃഭൂമിയിലെ K രജിത് റാം, ദേശാഭിമാനിയുടെ M രാജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ മംഗളത്തിലെ ഐസക് പിലാത്തറ, ചന്ദ്രികയിലെ CB മുഹമ്മദ് അലി എന്നിവരുടെ ഛായാചിത്രങ്ങളാണ് പ്രസ് ക്ലബ്ബിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ അനാച്ഛാദനം ചെയ്തത്. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വിജേഷ്, ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. മയിൽ ബസ് സ്റ്റാൻഡിന് സമീപം കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. മയിൽ ബസ് സ്റ്റാൻഡിനും മയിൽ ചെറുപഴശ്ശി പ്രധാന റോഡിനും ഭീഷണി ഉയർത്തിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുന്നിടിച്ച് നിരപ്പാക്കുന്നത്. ലോഡ് കണക്കിന് മണ്ണാണ് വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടുപോകുന്നത്. സ്റ്റാൻഡിന് മീറ്ററുകൾ അകലെയുള്ള കുന്നിടിക്കുന്നത് സമീപ ഭാവിയിൽ സ്റ്റാൻഡിൻ കോംപ്ലക്സിനും പ്രധാന റോഡിനും ഭീഷണിയാകുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മയിൽ മേഖലാ കമ്മിറ്റി പറഞ്ഞു. കുന്നിന് താഴെയുള്ള ഒരു വീടും അപകട ഭീഷണിയിലാണ്. മണ്ണ് മാഫിയകളാണ് കുന്നിടിക്കലിന് പിന്നിലെന്ന് ആരോപണം ഉയരുകയാണ്. ഹൈവേ നിർമ്മാണ ആവശ്യാർത്ഥം അനുവദിച്ചതിലും കൂടുതൽ മണ്ണെടുത്ത് വൻവിലയ്ക്ക് ജില്ലയുടെ പല ഭാഗങ്ങളിലും വിൽപ്പന നടത്തുകയാണെന്നും വിൽപ്പനയുടെ ഇടനിലക്കാരായി മയിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. മയിൽ ബസ് സ്റ്റാൻഡിന് തൊട്ട് താഴെയുള്ള സ്ഥലത്താണ് ഈ മണ്ണ് എടുക്കുന്നത്. ഈ അധികാരികളിൽ നിന്ന് സമ്മതം കിട്ടി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി മുമ്പ് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ വില്ലേജ് ഓഫീസിലെ അധികാരികൾ പറഞ്ഞിരുന്നത് അത് നമുക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള സമീപനം ഒന്നും ഇല്ല ഒരു സാഹചര്യമുണ്ട്. ഇവിടെയാവട്ടെ വലിയ ഉയരത്തിൽ സാധാരണ അനുവാദം കിട്ടിയതിന് തന്നെ നിശ്ചിത അളവിൽ ഭൂമി അളന്നു കൊടുക്കേണ്ടതുണ്ട്. തട്ടുകളാക്കിയിട്ടേ തിരിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ ഒരു 10-15 മീറ്റർ ഉയരത്തിൽ കുത്തനെ ഇടിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ബസ് സ്റ്റാൻഡ് സമീപഭാവിയിൽ ഇടിഞ്ഞമരുന്ന ഒരു സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള ഭൂമാഫിയകൾ ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ് എന്ന് കാണുകയാണ്. ജനജീവിതത്തിന് ഭീഷണി ഉയർത്തി നടത്തുന്ന കുന്നിടിക്കൽ നിർത്തിവയ്പ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മയിൽ മേഖലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം അധികൃതരുടെ എല്ലാവിധ അനുമതിയോടെയാണ് മണ്ണെടുക്കുന്നതെന്ന് സ്ഥലമുടമയും അറിയിച്ചു. വാർത്തയിൽ വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനു തോമസിന് MV ജയരാജന്റെ മറുപടി: കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ പാർട്ടിയിലുള്ള ആരും സഹായിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനവുമില്ല. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും അംഗത്വം പുതുക്കാത്തതുകൊണ്ട് ഒഴിവായതാണെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം.
കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ചെക്കിക്കുളം സ്വദേശി സുറൂറിനെ. സംഭവം രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മട്ടയിൽ വെച്ച്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് സംശയം. +1 സീറ്റ് വിഷയം KSU വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി നടത്തിയ DDU ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും, ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. +1 സീറ്റ് വിഷയത്തിൽ KSU നടത്തിയ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി കണ്ണൂർ DDU ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. DDU ഓഫീസിലേക്ക് ഓടിക്കയറിയ സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു. KSU നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, MC അതുൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഉന്തും തള്ളും നടന്നത്. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് സമരത്തെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കണ്ട. ന്യായമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. KSU പ്രതിഷേധം മലബാറിലെ വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ സർക്കാർ
ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം, സബ് ഇൻസ്പെക്ടർ സവ്യസാച്ചി എന്നിവരുടെ നേതൃത്വത്തിൽ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായായിരുന്നു പോലീസ് സ്ഥലത്ത് നിലയുറപ്പിച്ചത്. പോലീസ് വലയം ഭേദിച്ച് സമരക്കാർ DD ഓഫീസിലേക്ക് ഓടിക്കയറുകയായിരുന്നു. KSU നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, MC അതുൽ, ഹരികൃഷ്ണൻ, ആദർശ്, മാങ്ങാട്ടിടം, രാകേഷ്, ബാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സമരക്കാരും പോലീസും തമ്മിലാണ് പിടിവലിയും ഉന്തും തള്ളും നടന്നത്. തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക പൈപ്പ് ലൈൻ വാതക വിതരണത്തിന്റെ ഉദ്ഘാടനം ഏച്ചൂർ ഷൈന നിവാസിൽ വെച്ച് നടന്നു. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മേലേച്ചുവ മട്ടന്നൂർ റോഡിന്റെ ഇരുവശത്തുമുള്ള കോർപ്പറേഷൻ വാർഡുകളിലാണ് ആദ്യഘട്ടത്തിൽ PNG കണക്ഷൻ ലഭ്യമാക്കുന്നതെന്നും തീർത്തും പരിസ്ഥിതി സൗഹൃദവും അപകട സാധ്യത കുറഞ്ഞതുമായ ഗ്യാസ് എന്ന നിലയിൽ ആരോഗ്യപരമാണെന്നും മേയർ പറഞ്ഞു. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക്, വാതക ചോർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രയാസമാണ്. ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ, ഉയർന്ന മർദ്ദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞതുപോലെ സ്ഫോടനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി, വളരെ വ്യത്യസ്തമായി ഈ പറഞ്ഞതുപോലെ വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരു വാതകമാണ് നാച്ചുറൽ ഗ്യാസ്. അതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടായാൽ അത് നമ്മുടെ വായുവിൽ തങ്ങിക്കിടക്കാതെ ഒരു ഹൈഡ്രജൻ ബലൂൺ പൊങ്ങുന്ന പോലെ അങ്ങ് പൊങ്ങി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അപകട സാധ്യത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തീർത്തും പരിസ്ഥിതി സൗഹൃദമാണ്. അതുകൊണ്ടാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് തന്നെ പറയുന്നത്. ഹരിത വാതകം എന്നാണ് നമ്മൾ ഈ നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ പറയുന്നത്. പേര് തന്നെ അങ്ങനെ തന്നെയാണ്. CNG അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ പറയുന്നത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ അധികം എക്സോസ്റ്റുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്നുള്ളതുമാണ്. നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണപരമായ രീതിയിൽ അത് പറഞ്ഞതുപോലെ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡുകളൊക്കെ അധിക ഉപയോഗമാണ് നമ്മുടെ ക്യാൻസറിനൊക്കെ വഴിവെക്കുന്നതാണ്. അപ്പം അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറിക്കിട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷിതത്വം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വളരെ ആരോഗ്യത്തിന് മോശമായ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ, അതായത് എക്സോസ്റ്റ് ആ രീതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അപകടം കുറഞ്ഞ ഒരു വാതകമായി നമുക്ക് പ്രത്യേകത. ഈ പ്രത്യേകതയെ കൊണ്ട് തന്നെയാണ് PNG പ്രോത്സാഹിപ്പിക്കാൻ വിവിധ സർക്കാരുകൾ, തദ്ദേശ സ്ഥാപനങ്ങളായാലും ശരി, എല്ലാ സർക്കാരുകളും ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. വീടുകളിൽ എന്ന പോലെ തന്നെ ഈ മേഖലകളിലെ റെസ്റ്റോറന്റുകൾ, ഓഡിറ്റോറിയങ്ങൾ, മറ്റു വാണിജ്യ വ്യാവസായിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും യഥേഷ്ടം PNG ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സിറ്റി ഗ്യാസ് ലഭ്യമായതിൽ സന്തോഷമുണ്ടെന്നും ഏറെ സൗകര്യവും അപകടരഹിതവുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് വീട്ടുടമ ജിത്തിന പറഞ്ഞു. പൈപ്പ് ലൈൻ ഗ്യാസ് വഴി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ കണക്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ അടുത്ത് അവർ വന്ന് സംസാരിച്ച് ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് നമ്മൾ വന്നോട്ടം റെഡിയാക്കാൻ പറഞ്ഞ് അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ റേറ്റ് ഇപ്പോൾ ഒരു യൂണിറ്റിന് 59 രൂപ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഉപയോഗിച്ച് വന്നില്ലല്ലോ, അതൊക്കെ ബില്ലും കാര്യങ്ങളൊന്നും കിട്ടിയെങ്കിൽ നമുക്ക് അറിയില്ല അതിനെപ്പറ്റി. ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ശ്രീലത ചടങ്ങിൽ പങ്കെടുത്തു. IUAGPL അസിസ്റ്റന്റ് ഹെഡ് ജിതേഷ് രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MP രാജേഷ്, ആസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് തങ്ങൾ, ടാക്സ് അപ്പീൽ ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർമാരായ PK സജേഷ് കുമാർ, KP അബ്ദുൾ റസാഖ്, K. പ്രദീപൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ M. നൈനേഷ്, വെള്ളോറ രാജൻ, കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി D. ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ജ്വല്ലറി ഉടമയിൽ നിന്നും 14 ലക്ഷം തട്ടിയ സംഘത്തെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടി മട്ടന്നൂർ പോലീസ്. കണ്ണൂരിലെ ഐശ്വര്യ ജ്വല്ലറി ഉടമ ദിനേശിന്റെ കയ്യിൽ നിന്നും തന്ത്രപരമായി കബളിപ്പിച്ച് സ്വർണം പണയം വെച്ചിരിക്കുന്ന മട്ടന്നൂർ SBI ബാങ്കിൽ നൽകാമെന്ന് പറഞ്ഞ് 14 ലക്ഷം രൂപ തട്ടിയെടുത്ത 4 സംഘത്തെയാണ് FIR രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയത്.
മട്ടന്നൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പുതിയങ്ങാടി സിവായി ഹൌസിൽ അഷറഫ് എന്ന മുഹമ്മദ് റാഫി, പഴശ്ശി ഡാമിന് സമീപമുള്ള റസാഖ് ഉളിയിൽ പടിക്കച്ചാലിൽ തൗഫീഖ് മൻസിൽ റഫീഖ്, ഭാര്യ റഹിയാനത്ത് എന്നിവരെ സമർത്ഥമായി വലയിലാക്കിയത്. പ്രതികൾ ലഭിച്ച 14 ലക്ഷം രൂപ തുല്യമായി പങ്കുവച്ചതായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സമാനമായ രീതിയിൽ നിരവധി കബളിപ്പിക്കൽ നടന്നതായി ചോദ്യം ചെയ്യലിൽ വെളിവായിരുന്നു. ഭാര്യയെന്ന് പരിചയപ്പെടുത്തി പണം വാങ്ങുന്നതിന് റഹിയാനത്താണ് ബാങ്കിനുള്ളിൽ ബന്ധുക്കൾ ഉണ്ടെന്നും അവർ കാണേണ്ട, പുറത്തു നിന്നാൽ മതിയെന്നും പണം നൽകുന്ന വ്യക്തിയോട് പറഞ്ഞ ശേഷം പണവുമായി മറ്റു വഴിയിലൂടെ മുങ്ങുന്നതാണ് ഇവരുടെ പ്രധാന മോഷണ രീതി. ഇതിനായി പ്രത്യേക മൊബൈൽ ഫോണും വാട്സ്ആപ്പ് നമ്പറും പ്രതികൾ ഉപയോഗിക്കുന്നുണ്ട്. മട്ടന്നൂർ സിഐ BS സജൻ, SI-മാരായ സിദ്ദിഖ്, അനീഷ് കുമാർ, ASI-മാരായ പ്രദീപൻ, സുനിൽകുമാർ, CPO-മാരായ സിറാജുദ്ദീൻ, ജോമോൻ, രഗനീഷ്, സവിത, ഹാരിസ് എന്നിവരാണ് പ്രതികളെ പിടികൂടുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ജ്വല്ലറി ഉടമകളെ ഫോണിൽ വിളിച്ച് ബാങ്കിൽ സ്വർണം വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ പണം ആവശ്യപ്പെട്ട ശേഷം ബാങ്കിലെത്തുമ്പോൾ ജ്വല്ലറി ഉടമ പരിചയപ്പെടുത്തുന്നത് റഹിയാനത്താണ്. പർദ്ദ ധരിച്ച് മുഖം മറച്ച ശേഷം പണം കൈപ്പറ്റി ബാങ്കിലേക്ക് എന്ന് പറഞ്ഞു കയറിയ ശേഷം മറ്റു വഴികളിലൂടെ രക്ഷപ്പെടുന്നതാണ് ഇവരുടെ മോഷണ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കിഡ്നി രോഗം ബാധിച്ച യുവാവ് ഉദാരമതികളുടെ കനിവ് തേടുന്നു. പെർളശ്ശേരിയിലെ പുറത്തെ വളപ്പിൽ K സനോജാണ് കിഡ്നി രോഗം ബാധിച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്നത്. കിഡ്നി മാറ്റിവെച്ചു മാത്രമേ സനോജിനെ ഇനി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ 50 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഒരു സഹോദരി മാത്രമുള്ള സനോജിനെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ്. 13-ാം വയസ്സിൽ താമസിച്ചിരുന്ന വീടും നഷ്ടപ്പെട്ടു. മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളോടും പൊരുതി വളർന്നു വന്ന സനോജ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി മറികടക്കാൻ ഉദാരമതികളായ ഓരോരുത്തരുടെയും സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. സനോജിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KB ബാലഗോപാൽ ചെയർമാനായും മഹേഷ് കൺവീനറായുമുള്ള കമ്മിറ്റിയുടെ രക്ഷാധികാരികൾ തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും K സുധാകരൻ MP-യും ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്യാട്ട്, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ, കണ്ണൂർ കോർപ്പറേഷൻ 33-ാം ഡിവിഷൻ കൌൺസിലർ KV സവിത, 12 വാർഡ് മെമ്പർ KV സീന എന്നിവരാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണ്ണ-വെള്ളി നിരക്ക്. സ്വർണ്ണം-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ, വെള്ളി 97 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാവാൻ സാധ്യത. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെയും 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമാണ് കണക്കാക്കപ്പെടുന്നത്. പൊതുജനങ്ങൾക്കായി പ്രത്യേക നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻനിർത്തി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കേണ്ടതും ചെയ്യേണ്ടതാണ്. അപകട സാധ്യതകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതുമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികളിൽ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ kerala.gov. എന്ന സൈറ്റിൽ ലഭിക്കുന്നതുമാണ്. ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലർട്ടുകളെ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അലർട്ടുകളിലും മാറ്റം വരാവുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനു തോമസിന് MV ജയരാജന്റെ മറുപടി. കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ പാർട്ടിയിലുള്ള ആരും സഹായിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനവുമില്ല. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും അംഗത്വം പുതുക്കാത്തതുകൊണ്ട് ഒഴിവായതാണെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ചെക്കിക്കുളം സ്വദേശി സുറൂറിനെ. സംഭവം രാവിലെ മുണ്ടേരി കൈപ്പക്കയിൽ മട്ടയിൽ വെച്ച്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് സംശയം. +1 സീറ്റ് വിഷയം. KSU വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി നടത്തിയ DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും, ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.